വയനാട് റിപ്പണിൽ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയിൽ നിന്നും 4 വയസ്സുകാരി റോഡിലേക്ക് വീണു. പുതുക്കാട് ജംഗ്ഷനിലാണ് അപകടമുണ്ടായത്. എം കമൽ ചേരുന്നുണ്ട്. കമൽ, എന്താണ് സംഭവിച്ചത്? അപകടം കുഞ്ഞ് എങ്ങനെയിരിക്കുന്നു? ആരോഗ്യസ്ഥിതി സംബന്ധിച്ചൊക്കെ പ്രതീഷ്, ഏറ്റവും ആശ്വാസകരമായ കാര്യം കുഞ്ഞിന് കാര്യമായ പരിക്കുകളൊന്നും ഇല്ല എന്നുള്ളതാണ്. ഓട്ടോറിക്ഷയിൽ പോകുമ്പോൾ ഓട്ടോറിക്ഷയുടെ വശത്തുകൂടി, അതായത് പുറത്തേക്ക് ഇറങ്ങുന്ന വാതിലിൽ കൂടി കുഞ്ഞ് പുറത്തേക്ക് വീഴുകയായിരുന്നു. റിപ്പൺ അംഗനവാടിയിലെ വിദ്യാർത്ഥിനിയാണ്. വൈകിട്ട് വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഈ അപകടമുണ്ടായത്. CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഓട്ടോറിക്ഷ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കുഞ്ഞ് റോഡിലേക്ക് വീഴുകയായിരുന്നു. അപ്പോൾ തന്നെ പെട്ടെന്ന് എഴുന്നേറ്റു. കുഞ്ഞിന് പരിക്ക് ഒന്നും പറ്റിയില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. അവിടെ ഈ നായ്ക്കളൊക്കെ തന്നെ ചുറ്റും ഓടുന്നുമുണ്ട്, ദൃശ്യങ്ങൾ കാണുന്നുണ്ട് കമൽ. തെരുവ് നായ്ക്കൾ ഉണ്ട് ആ പ്രദേശത്ത്, പക്ഷെ കുഞ്ഞിന് അടുത്തേക്കൊന്നും വരുന്നില്ല. എന്തായാലും അപ്പോഴേക്കും ആളുകളൊക്കെ എത്തി. കുട്ടി ഈ ഓട്ടോറിക്ഷയിൽ നിന്ന് തെറിച്ച് വീഴുകയായിരുന്നു. ഒരു ജംഗ്ഷനാണ്, അതുകൊണ്ട് തന്നെ കടയും അവിടെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഈ തെരുവ് നായ്ക്കൾ ചുറ്റും ഉണ്ടായിരുന്നെങ്കിൽ കൂടി ആളുകൾ പെട്ടെന്ന് കുഞ്ഞിനെ അടുത്തേക്ക് എത്തുകയാണ്. വാഹനം അങ്ങനെ വേഗതയിലായിരുന്നോ? റോഡിന്റെ മറ്റെന്തെങ്കിലും എന്തെങ്കിലും വിവരങ്ങൾ? അത്തരത്തിൽ വിവരങ്ങളൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല. ഒരു അമിത വേഗത ആരും പറയുന്നില്ല. പക്ഷെ സാധാരണ വേഗതയിൽ തന്നെയാണ് ഓട്ടോറിക്ഷ പോയിരുന്നത്. ഈ കുട്ടികൾ ബാക്കിൽ പിൻസീറ്റിൽ ഇരിക്കുന്ന കുട്ടികൾ എന്തെങ്കിലും കളിക്കുകയോ മറ്റോ ചെയ്തപ്പോൾ ഈ കുട്ടി പുറത്തേക്ക് വീണതായിരിക്കാം എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. മറ്റ് വിവരങ്ങൾ ലഭ്യമാകുന്നതേ ഉള്ളൂ. ശരി, കമലാണ് വിവരങ്ങൾ നൽകിയത്. വയനാട് റിപ്പണിലാണ് ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയിൽ നിന്നും 4 വയസ്സുകാരി റോഡിലേക്ക് വീണത്. ആശ്വാസകരമാണ്. ആരോഗ്യസ്ഥിതിയിൽ മറ്റ് ആശങ്കകൾ ഒന്നുമില്ല. ഉടനടി തന്നെ ആളുകൾക്ക് അവിടേക്ക് എല്ലാവർക്കും എത്താനും കഴിഞ്ഞു എന്നുള്ളതാണ് ആശ്വാസം. പുതുക്കാട് ജംഗ്ഷനിലാണ് അപകടം സംഭവിച്ചത്.